ഹായ് ഹലോ. അപ്പം നമ്മളിത് ഇന്ന് തെരൂർ അമ്പലത്തിലേക്ക് വിളക്ക് കാണാൻ പോകാൻ ഒരുങ്ങിയതാണ് കേട്ടോ. നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലം അടുത്തില്ല, അപ്പൊ നമ്മൾ നടന്നു തന്നെയാണ് കേട്ടോ പോകുന്നത്. സാധാരണ നമ്മൾ തെരൂർ അമ്പലത്തിലേക്ക് പോകുന്നത് റെയിലും കാടൊക്കെ ചാടി കടന്നിട്ടാട്ടോ. പക്ഷെ ഇപ്പൊ ഇവിടെ പെരുമ്പാമ്പൊക്കെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നേരെ റോഡിലൂടെ തന്നെ പോകാം. അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന വഴിയിലൊക്കെ മണ്ണ് മാന്തി ഇട്ടതുകൊണ്ട് തന്നെ നേരെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഒരൊറ്റ ചവിട്ടിന് അമ്പലത്തിന്റെ നടയിലെത്തി. ഒരുവിധം അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കേട്ടോ. അവിടെ വീടിന്റെ അടുത്തുള്ളവരെല്ലാം നേരത്തെ തന്നെ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. നമ്മളാണ് കുറച്ച് വൈകിയത്. ഇതാ ഇവിടെ പുഴുക്കും കാപ്പിയും പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട്. ധാരണ വിളക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാപ്പി പരിപാടിയൊക്കെ. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, പുഴുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വിളക്ക് തുടങ്ങിയത്. ഇത് കണ്ടോ, പ്ലേറ്റിൽ വാഴയിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരിക. പിന്നെ അതിലേക്ക് നമുക്ക് പുഴുക്കിട്ട് തരും. പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. നല്ല കപ്പയും കായയും കടലയൊക്കെ ഇട്ടിച്ച് നല്ല മസാലയൊക്കെ ഇട്ടിച്ച് നല്ല മണാണ്. കൂടെ പപ്പടവും നല്ല കാപ്പിയും. ശരിക്കും പറഞ്ഞാൽ ഞാനിത് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഇരിക്കാൻ കുറെ കസേരകളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാം. മണ്ഡലമാസം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ തെരു അമ്പലത്തിൽ ഓരോരുത്തരുടെ വകയായിട്ട് ഓരോ ദിവസവും വിളക്കുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് വരുന്ന വിളക്കാണ് ഇത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഷാജിയേട്ടന്റെ ഷൈനീച്ചിന്റെ അവരുടെ വിളക്കാണ് കേട്ടോ ഇന്ന്. ഈ വർഷം ഏകദേശം എല്ലാ വിളക്കിനും നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഴുക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ വേഗം സീറ്റ് പിടിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ വയനാട് നിലമ്പൂരൊക്കെ അമ്പലങ്ങളിൽ ഭജനയൊക്കെ അല്ലേ ഉണ്ടാവുക. ഈ അമ്പലത്തിൽ ഭജന ഇല്ല കേട്ടോ, പകരം വിളക്കാണ് ഉണ്ടാവുക. വിളക്കും ഭിക്ഷയും അങ്ങനെയാണ് കേട്ടോ പറയാ. അപ്പൊ ഇതാ വിളക്ക് തുടങ്ങുന്നതിന് മുന്നേ ഷൈനീച്ച് നിലവിളക്കൊക്കെ കത്തിക്കാൻ തുടങ്ങിട്ടോ. ഉച്ച വൈകിട്ടാണെങ്കിലും നമ്മുടെ ചെണ്ടക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ചെണ്ടമേളം ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതൊരു 3 പ്രാവശ്യം അമ്പലമൊക്കെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അപ്പം കൊടുക്കാൻ തുടങ്ങും കേട്ടോ. ഇവിടെ വെച്ചിട്ടുള്ള ഈ ഉരുളിയിലാണ് അപ്പം കൊണ്ടുവെക്കുക. എന്നിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് കൈ നിറയെ അപ്പം തരും കേട്ടോ. കുഞ്ഞു അപ്പായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ട് രാത്രി ഇങ്ങനെ വിളക്കിനും ഭിക്ഷയ്ക്കൊക്കെ പോകുന്നത്. ഇവിടെയാണെങ്കിൽ ചേട്ടൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല കേട്ടോ. വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിമാരൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ പോവാൻ കേട്ടോ ചെയ്യാം. ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പമൊക്കെ കഴിച്ചു. ഇത് ലതേച്ചിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പരിപാടിയൊന്നുമില്ല, എല്ലാവരും അപ്പം വാങ്ങി കഴിച്ചതിന് ശേഷം വീട്ടിൽ പോകും. അപ്പൊ സമയം ഒരു 10:45 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. മോന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതുകൊണ്ടാണ് ഇത്ര നേരം ഉറങ്ങാണ്ടിരുന്നത്. അപ്പോൾ നാളെ സ്കൂളും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.